കർത്താവിൽ പ്രിയരെ, യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. നോമ്പിന്റെ അവസാന ദിനങ്ങളിലേക്ക് നാം എത്തിയിരിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുകയും. നവസമൂഹ മാധ്യമങ്ങളുടെ അതിപ്രസര കാലത്താണ് നാം ജീവിക്കുന്നത്. നവസമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. വിവര കൈമാറ്റത്തിനപ്പുറം ദൈനംദിന ജീവിതത്തിലെ പ്രധാന ആശയവിനിമയ മാധ്യമങ്ങളാണിവ. ഈ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് വാർത്തകൾ സ്വയം സൃഷ്ടിച്ച് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും ഒരു പരിധിവരെ ഒരു നിയന്ത്രണവും ഇല്ല. നമ്മുടെ മനസ്സിൽ തോന്നുന്നതെന്തും വാർത്തകളായും വിവരങ്ങളായും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നു. ഇവിടെയാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ പ്രസക്തി. നോക്കുക, നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ ചിന്തകളാണ് നമ്മെ നിർണയിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശുഭചിന്തകളുടെ പോസിറ്റീവ് തിങ്കിങ്, ഗുണകരമായ ഫലത്തെ പറ്റിയാണ്. ശുഭചിന്തകൾക്ക് നമ്മെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുവാൻ കഴിയും. നോക്കുക, അശുഭകരമായ അവസ്ഥയിൽ കിടന്നുകൊണ്ടാണ് പൗലോസ് ശുഭകരമായി ചിന്തിക്കുന്നതിനെ പറ്റി പറയുന്നത്. ജയിലിൽ കിടന്നുകൊണ്ട് സമാധാനത്തെ പറ്റിയും സന്തോഷത്തെ പറ്റിയും പറയുക. 8-ാം വാക്യത്തിൽ ശുഭകരമായ ചിന്തയ്ക്ക് അടിസ്ഥാന ഘടകങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നു. 1. സത്യമായത്, വാട്ട് ഈസ് ട്രൂ. സത്യം ആപേക്ഷികമാണ്. ആളുകൾ പലപ്പോഴും തങ്ങളുടെ തോന്നലുകൾ ശരികളായി പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ ചിന്തകൾ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടതാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. 2. ഘനമായത്, വാട്ട് ഈസ് നോബിൾ. ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് മാന്യമായത്, വിശുദ്ധമായത് എന്നാണ്. നമ്മുടെ ചിന്തകൾ വിശുദ്ധവും മാന്യവും ആയിരിക്കണം. 3. നീതിയായത്, വാട്ട് ഈസ് റൈറ്റ്. ദൈവമുമ്പാകെ ശരിയായ കാര്യങ്ങൾ എന്ന് അർത്ഥം. 4. നിർമ്മലമായത്, വാട്ട് ഈസ് പ്യുവർ. ഈ വാക്കിന്റെ അർത്ഥം ധാർമ്മികമായി ശരിയായത് എന്നാണ്. 5. രമ്യമായത്, വാട്ട് ഈസ് ലവ്ലി. ഈ വാക്ക് അർത്ഥമാക്കുന്നത് സമാധാനത്തെ പറ്റിയാണ്. സമാധാനമുണ്ടാക്കുന്ന രമ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. 6. സൽകീർത്തി, വാട്ട് ഈസ് അഡ്മിറബിൾ. അപകീർത്തിയല്ല, സൽകീർത്തി എന്നർത്ഥം. സൽഗുണം, പുകഴ്ച, വാട്ട് ഈസ് എക്സലന്റ് ഓർ പ്രൈസ് വർത്തി. ഗുണകരമായതും പുകഴ്ചയുണ്ടാക്കുന്നതും. കർത്താവിൽ പ്രിയരെ, ശുഭചിന്തകൾ സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. ഈ നോമ്പ് നമ്മുടെ ചിന്തകളെ പോസിറ്റീവ് ആക്കി തീർക്കട്ടെ. ലെറ്റ് us ബി പോസിറ്റീവ് തിങ്കേഴ്സ്. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ ചിന്തകൾ എല്ലായ്പ്പോഴും സത്യമായതും ഘനമായതും നീതിയായതും നിർമ്മലമായതും ആക്കി തീർക്കണമേ. ആമേൻ.